സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ എന്ന് തന്നെ പറയാം. അണക്കെട്ടുകളിലെ ഷട്ടറുകളൊക്കെ പലയിടത്തും ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പോലെ രാത്രി യാത്ര നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാ മലയോരങ്ങളിലും രാത്രി അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബിയും കൊച്ചിയിൽ നിന്ന് ബിനിലും വിവരങ്ങളുമായിട്ട്. ആദ്യം ബിനിലേക്ക്. ബിനിൽ, മധ്യകേരളത്തിൽ എവിടേക്കാണ് ഇപ്പോൾ കനത്ത മഴ ഉള്ളത്? കൊച്ചി നഗരത്തിലൊക്കെ സ്ഥിതി എന്താണ്? ഇപ്പോൾ ചെമ്പുമുക്ക് റോഡ് ഇടിഞ്ഞൊക്കെ ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ്. എവിടെയെങ്കിലുമൊക്കെ ആളുകളെ മാറ്റിപ്പറപ്പിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ദിവിഷ്, മധ്യ കേരളത്തിൽ മഴ ശക്തമായി തുടരുകയാണ്. കാറ്റും മഴയും കൂടി വരുന്നു എന്നതാണ് ഇതിൽ ആശങ്ക ഉയർത്തുന്നത്. രാവിലെ കൊച്ചി നഗരത്തിലും പലയിടത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഒരു കാറ്റ് വീശിയടിച്ച് പലയിടത്തും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിൽ ഇടുക്കിയിലാണ് ശക്തമായ മഴ തുടരുന്നത്. പാംബ്ല അടക്കമുള്ള ഡാമുകൾ, കല്ലാർകുട്ടി ഡാമുകളടക്കം തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുഴകളിലെ ജലനിരപ്പ് ഉയരും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ പുഴകളുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ഇതിനോടകം ജില്ലാ ഭരണകൂടങ്ങൾ നൽകിക്കഴിഞ്ഞു. ഇടുക്കിയിലും കോട്ടയത്തും തൃശ്ശൂരിലുമൊക്കെ തന്നെ ശക്തമായ മഴ തുടരുകയാണ്. എന്തായാലും ഇന്ന് രാത്രി മഴ ഇതേ രീതിയിൽ തുടരുകയാണ് എങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇടുക്കിയിൽ മണ്ണിടിച്ചിൽ പലയിടത്തുമായി ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിൽ തുടരേണ്ട രാത്രിയാണിന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ശക്തമായി തന്നെ മഴ തുടരുന്നു. മഴ മാത്രമല്ല, കാറ്റും കൂടി വരുന്നു എന്നതാണ് ഇതിൽ ആശങ്കപ്പെടുത്തുന്ന ഘടകം. ശരി, ഇനി തിരുവനന്തപുരത്തെ വിവരങ്ങൾ നോക്കാം. ജിബിനോട്. ജിബിനെ, നഗരത്തിൽ എന്താണ് സ്ഥിതി? ഒന്ന് ആഞ്ഞു പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ പലയിടത്തും വെള്ളം കയറുന്ന പതിവാണ്. എങ്ങനെയാണ് അവസ്ഥ? മലയോര മേഖലകളിൽ എങ്ങനെ? കൊല്ലം അടക്കമുള്ള ജില്ലകളിലൊക്കെ എങ്ങനെയാണ് മഴ? ദിവിഷ്, തിരുവനന്തപുരത്ത് നിലവിൽ യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം നഗരത്തിലും ഗ്രാമീണ മേഖലകളിലും മലയോര മേഖലയിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ തന്നെ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇന്ന് പകൽ സമയം കുറച്ച് മഴ മാറി നിന്നിരുന്നു. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് വീണ്ടും തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്തത്. പക്ഷേ മലയോര മേഖലകളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലോട്, വിതുര, ആര്യനാട് മേഖലകളിലൊക്കെ തന്നെ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഒക്കെ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടവിട്ടുള്ള ഒരു മഴയായതുകൊണ്ടാണ് വലിയ രീതിയിൽ വെള്ളമൊന്നും തന്നെ കയറാത്തത്. അതൊരു ആശ്വാസമാണ്. പിന്നീട് എടുത്തു പറയേണ്ടത് വലിയ രീതിയിലുള്ള അതായത് ഈ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റുകൾക്കൊക്കെ തന്നെ വളരെയധികം കേടുപാട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലോട് നിന്ന് പോകുന്ന വഴിക്ക് ഈ സുമതി വളവിന് സമീപം 7ഓളം പോസ്റ്റുകൾ ഈ മഴ തകർന്നു വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടെ ഒരു മലയോര മേഖലയാണ്. അത് മാത്രമല്ല വനങ്ങളാണ്. വനത്തിനിടയിലൂടെയുള്ള ഒരു റോഡാണ് ഈ സുമതി വളവിന് സമീപമുള്ള റോഡ് എന്ന് പറയുന്നത്, പാലോട് നിന്നുള്ള റോഡ്. അവിടെ ഈ മരങ്ങൾ കടപുഴുകി വീണ് 7ഓളം പോസ്റ്റുകൾ തകർന്നു വീഴുകയും റോഡിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു കാറിൻ്റെ മുകളിലേക്ക് വൈദ്യുതി കമ്പി ഒടുങ്ങി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ലൈനിൽ കൂടി കറണ്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ആ ഒരു മേഖലയിൽ ഒഴിവായത്. പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് ഈ ബീച്ച് റോഡ് വഴി പോകുമ്പോൾ കഴക്കൂട്ടം മേനംകുളത്തിന് സമീപം റോഡിലേക്ക് മരം കടപുഴകി വീണ് അവിടെയും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വൈകുന്നേര സമയമായതിനാൽ തന്നെ ഈ ടെക്നോ പാർക്കിൽ നിന്നും മറ്റും പോകുന്നവർ നഗരത്തിന്, അതായത് ഹൈവേയിലുള്ള ഗതാഗതം വലിയ രീതിയിൽ ഗതാഗത സ്തംഭനമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഏകദേശം ആളുകളൊക്കെ തന്നെ ഈ ബീച്ച് റോഡാണ് ഈ വൈകുന്നേര സമയത്ത് ആശ്രയിക്കുന്നത്. ആ ഒരു സമയത്താണ് അവിടെ മരം കടപുഴുകി വീഴുകയും വലിയ രീതിയിലുള്ള ഗതാഗത സ്തംഭനം ഉണ്ടാകുകയും ചെയ്തത്. പിന്നീട് ശ്രീകാര്യം പുല്ലാനിവിടയിലാണ് റോഡിലേക്ക് മരം കടപുഴുകി വീണ് അവിടെയും ഗതാഗത തടസ്സമുണ്ടായി. അതുപോലെ തന്നെ 4ഓളം പോസ്റ്റുകളും മുറിഞ്ഞു വീഴുന്ന ഒരവസ്ഥയുമുണ്ടായി. അത്തരത്തിൽ ഈ തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിലും മലയോര മേഖലയിലൊക്കെ തന്നെ ഈ ചെറിയ മഴയത്ത് പോലും വലിയ രീതിയിൽ പോസ്റ്റുകളൊക്കെ തന്നെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം. അതായത് മഴക്കാലത്തിന് മുമ്പ് ഈ റോഡിലേക്കും ലൈൻ കമ്പികളുടെ മുകളിലേക്കുമുള്ള ഈ മരങ്ങളൊക്കെ തന്നെ വെട്ടി മാറ്റാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇന്ന് രാത്രി, അതായത് ഈ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് പെയ്യുന്ന മഴയത്താണ് പലപ്പോഴും പുലർച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല പ്രദേശങ്ങളും ഈ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി പറഞ്ഞ പോലെ ഒറ്റ മഴ മതി. അതിപ്പോൾ ഇന്ന് രാത്രി നേരത്തെ വില്ലണ്ണ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ രാത്രി വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ടതാണ്. കാരണം കാറ്റും മഴയുമുണ്ട് എന്നതാണ്. മലയോര മേഖലകളിലും തീരപ്രദേശത്തും എല്ലായിടത്തും അനാവശ്യ യാത്രകൾ ഇന്ന് രാത്രികളൊക്കെ ഒഴിവാക്കുക, വളരെ ശ്രദ്ധയോടെ ഇരിക്കുക എന്നേ പറയാൻ കഴിയൂ. 14 ജില്ലകളിലും ഭേദപ്പെട്ട അല്ലെങ്കിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ വിവരങ്ങൾ ആണ് ബിനിൽ നൽകിയത്. തിരുവനന്തപുരത്തു നിന്നും ജിബിനും.